അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ലച്ചുട്ടി എന്ന ഈ കൊച്ചു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്കറിയാവുന്ന കൊച്ചു വിശേഷങ്ങളുമായിട്ട് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ലച്ചൂസിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം. അതുപോലെ ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ബിഗ് ബോസ് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങളേവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് ഈ കുടുംബനേരും ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കുശുമ്പും കുഞ്ഞായികയും അതുപോലെ ആണുങ്ങളുടെ കുടുംബശ്രീയും, പെണ്ണുങ്ങളെങ്ങാട്ടും കഷ്ടമാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ പോയിട്ടുള്ള ആണുങ്ങൾ. വെറും കുശുമ്പും കുഞ്ഞായികയും മാത്രമേ ഉള്ളൂ. പക്ഷേ രസമുണ്ട് കാണാം. കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ പുതിയ ക്യാപ്റ്റൻസിയെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു മത്സരം വെക്കുന്നുണ്ടായിരുന്നു. അതിൽ ആര്യനാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്യനെയാണ്. അതിനുശേഷം അവിടെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന്. അപ്പോൾ ശൈത്യയാണ്. അപ്പോൾ ശൈത്യ പോകുന്നതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനുവിന് വിഷമമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ ഒരാളെ മാത്രമേ പുറത്താക്കിയുള്ളൂ മെഞ്ഞാന്ന്. അപ്പോൾ ഇന്നലെ ആരെയും പുറത്തേക്ക് വിട്ടില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം അനുവിന് തോന്നി. കെട്ടിപ്പിടിച്ചുകൊണ്ട് ശൈത്യനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ശൈത്യ ഇരു തോണിയിൽ കാലിട്ടുകൊണ്ട് നടക്കുന്ന അനുമോൾക്കറിയില്ല. ഈ ശൈത്യ എന്ന് പറയുന്ന ആള് എന്നോട് സരിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി മേലാൽ നീ അനുവിനുമായിട്ട് മാത്രം കൂട്ടുകൂടരുത്, നീ എല്ലാവരുമായിട്ടും കൂട്ടുകൂടണം എന്നൊക്കെ. ഇതൊക്കെ കുശുമ്പും കുഞ്ഞായിക അല്ലാതെ എന്താണ് പറയുന്നത്? ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആരുടെ കൂടെ കൂട്ടുകൂടണം, ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത്. ഈ ശൈത്യ അനുവിനോടൊരു വാക്ക് പറയുക, ഇപ്പുറത്ത് വന്ന് വേറെ വാക്ക് പറയുക. ഇതൊരു കുശുമ്പല്ലേ, ഒരു കുത്തിത്തിരിപ്പല്ലേ? ശരിക്കും ശൈത്യയെ വിശ്വസിക്കാൻ കൊള്ളാമോ? അതിനുശേഷം അപ്പാനി ശരത്ത് എല്ലാവരും ലക്ഷ്യമിടുന്നത് അനുവിനെ തന്നെയാണ്. എന്നെ കിച്ചൺ ടീമിലേക്ക് എടുക്കണം, എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അപ്പാനി ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ അനുവിനോടാണ് ദേഷ്യം എല്ലാവർക്കും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആര്യൻ ആ വാക്കുകൾ കേൾക്കാൻ ക്യാപ്റ്റൻ എന്നൊരു വലിയൊരു നില കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ രാവിലെ കിച്ചണിൽ വന്ന് റെന അനുമോളോട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നുണ്ട്. ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനൊന്നും ആവശ്യമില്ല. റെനയ്ക്ക് റെനയുടെ ജോലി ചെയ്താൽ മതി. ഇനി എല്ലാവരും കൂടി അനുവിനെ ഇട്ടിട്ട് കൊല്ലാക്കൊല ചെയ്യാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. കാരണം ജിസേ, ശൈത്യ, സരിക, റെന, അതുപോലെ അപ്പാനി ശരത്ത്, അക്ബർ, ആര്യൻ, ഇവരെല്ലാവരും അനുവിന് നേരെ എതിരാണ്. അനു കണ്ട കാര്യം തുറന്നു പറയുന്നതാണ് എല്ലാത്തിനും പ്രശ്നം. പിന്നെ അതുമല്ല, അവളുടെ കരച്ചിലാണ് മെയിൻ പ്രശ്നം. എന്തുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം? ഈ ആഴ്ചത്തെ കിച്ചണിൽ ഒരുപാട് കാര്യം ചെയ്തു തീർക്കാനുള്ള ശരത്താണുള്ളത്. ശരത്തും ശൈത്യനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇവർ ലോകം മൊത്തം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.